ജിത്തു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അച്ചുവിനെ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന്? ഇല്ല എന്ന് തലയാട്ടുമ്പോഴും വിശ്വാസം വരാതെ സിദ്ധുവിനെ തന്നെ നോക്കുകയായിരുന്നു ജിത്തു. അവൻ്റെ കണ്ണും നിറഞ്ഞൊഴുകിയിരുന്നു. എന്നത്തെയും പോലെ ആയിരുന്നില്ല ഇന്ന് ആ കണ്ണുനീരിന് സന്തോഷത്തിൻ്റെ മധുരമുണ്ടായിരുന്നു. നിന്റെ പെങ്ങൾ എൻ്റെ ജീവനല്ലടാ, അവൾക്കുള്ളിലുണ്ടായിരുന്നത് എൻ്റെ പ്രാണനും. അവരെ ഞാൻ കൈവിട്ട് കളയുമോടാ. എൻ്റെ കുഞ്ഞും എൻ്റെ പെണ്ണും സുരക്ഷിതമായ കൈകളിലുണ്ട്. എന്താ സംഭവിച്ചത് ഒന്ന് പറ സിദ്ധു. പറയാം, ഇനിയെല്ലാം നീ അറിയണം. നമുക്ക് അച്ചുവിനെ കാണണ്ടേ, കുഞ്ഞിനെ കാണണ്ടേ? വേണം. എവിടെയാണവർ? ഉടനെ നമുക്ക് കാണാം. പക്ഷേ അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ തീർക്കണം. ഒരു ശുദ്ധീകരണ കലശം നടത്താതെ എങ്ങനെയാണ് നമ്മുടെ രാജകുമാരനെ വീട്ടിലേക്ക് കൊണ്ടുവരിക? നിന്റെ ആ പിള്ളച്ചേട്ടനില്ലേ, അയാൾ എവിടുന്നാ വന്നത്? അയാൾക്കൊരു കുടുംബമൊന്നുമില്ലെന്നാണ് പറഞ്ഞു വന്നത്. എനിക്കറിയാവുന്ന ഒരു ഏജൻസിയോട് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങേ അവിടുന്ന് വന്നതാണ്. എന്താടാ? അയാളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അയാളെ മാത്രമല്ല, അവിടെ ജോലിക്ക് നിൽക്കുന്ന മിക്കവാറും നമ്മുടെ ശത്രുക്കളാണ്. എനിക്ക് സ്വയബുദ്ധി വരുന്നുണ്ടോ എന്നറിയാൻ വന്നവർ. അവൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. സത്യമാണോ? ഇത്രയും നാളപ്പോൾ നമ്മളെ വാച്ച് ചെയ്യുകയായിരുന്നു അവർ. ആരാ സിദ്ധു അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? സിദ്ധു ജിത്തുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. ശേഷം അവൻ ബീച്ചിനോട് ചേർന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിരൽ ചൂണ്ടി. ജിത്തു, അങ്ങോട്ട് നോക്ക്. ഭവിഷ് ഡ്രീംസ്. സിദ്ധു, ഇത്? അതെ, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം. ഹോട്ടൽ ബിസിനസ്സിൻ്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. പോലീസുകാർ മുതൽ രാഷ്ട്രീയക്കാർക്ക് വരെ പെണ്ണും പണവും പാരിതോഷികം കൊടുക്കുന്നത് കൊണ്ട് കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന നിയമം. തെളിവുകളൊക്കെ ശേഖരിച്ച് മുച്ചൂട് മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട IPS ഓഫീസർ സിദ്ധാർത്ഥ് കൃഷ്ണയെ 2 വർഷത്തേക്ക് ഇല്ലാതാക്കണം. കാരണമുണ്ടാക്കി സസ്പെൻഡ് ചെയ്തു. എന്നിട്ടും അടങ്ങുന്നില്ല എന്ന് കണ്ട് കൊല്ലാൻ ആളെ വിടുന്നു. ഒരു ആക്സിഡന്റ് രൂപത്തിൽ കൃത്യമായി കൂലിക്കാർ തങ്ങളുടെ കടമ നിറവേറ്റുന്നു. വണ്ടിയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥിൻ്റെ ഭാര്യ മരിക്കുന്നു. ആ ഷോക്കിൽ സിദ്ധാർത്ഥ് ഭ്രാന്തനായി മാറുന്നു. അനിയത്തി നഷ്ടപ്പെട്ട പോലീസ് ഓഫീസർ ജിതിൻ കേസിൻ്റെ ഒന്നും പുറകെ പോകാതെ നോർമലാവാത്ത സിദ്ധാർത്ഥിനെയും നോക്കി കാലം കഴിക്കുന്നു. എങ്ങനെയുണ്ട് ജിത്തുസേ കഥ? പറഞ്ഞു തീർന്നപ്പോഴേക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു സിദ്ധു. ജിത്തു വിശ്വാസം വരാതെ നോക്കുകയാണ് സിദ്ധുവിനെ. സിദ്ധു? അതെ ജിത്തു, ഇതാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത്. ഒരുപക്ഷെ നിന്നോട് ഞാൻ ഷെയർ ചെയ്യാത്ത ഒരേ ഒരു കാര്യം ഇത് മാത്രമായിരിക്കും. ഏത് നിമിഷവും ഒരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെയും അച്ചുവിനെയും സേഫാക്കി മാറ്റാനുള്ള ഷെൽട്ടർ നേരത്തെ തന്നെ റെഡിയാക്കിയിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ ദിവസം, അന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ തന്നെ അച്ചുവിനെ ഞാൻ മാറ്റിയിരുന്നു. പിന്നീടുള്ള യാത്രയിലുണ്ടായിരുന്നത് ഡൽഹിയിൽ എൻ്റെ കൂടെയുണ്ടായിരുന്ന ദിൽഷയായിരുന്നു. ആളിപ്പോൾ നേവിയിലാണ്. അവളെപ്പോഴേ രക്ഷപ്പെട്ടു. എനിക്ക് പക്ഷേ മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജ് വരെ എത്തണമായിരുന്നു. എങ്കിലേ എൻ്റെ പ്ലാൻ നടക്കുമായിരുന്നുള്ളൂ. ശത്രുക്കൾക്ക് മുൻപിൽ ഞാനിപ്പോൾ ഈ നിമിഷം ഭ്രാന്തനാണ്. അതുകൊണ്ടാണ് അവർ അടങ്ങിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഞാൻ നോർമലായാൽ ആ സ്പോട്ടിൽ എന്നെ തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ വരെ ആളെ നിർത്തിയിരിക്കുന്നത്. നിന്റെ മൊബൈൽ നമ്മുടെ കാറിൽ പോലും ഇരുന്ന് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തവർക്ക് കേൾക്കാൻ പാകത്തിന് ബ്ലൂടൂത്ത് കണക്റ്റ് ആവും. ഇത്രയുമൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ പക്കലുള്ള തെളിവിൻ്റെ വാല്യൂ? സിധു, ഇനി എന്താ നിന്റെ പ്ലാന്? നെക്സ്റ്റ് വീക്ക് ഞാൻ ചാർജ് എടുക്കുകയാണ്. അതിവിടെയല്ല, കൊച്ചിയിൽ. അവിടെയാണ് അച്ചു ഉള്ളത്, എൻ്റെ മോനുള്ളത്. പോകണ്ടേ നമുക്ക്? വേണം. എങ്കിൽ വാടാ ജിത്തു, നമുക്ക് വീട്ടിൽ പോയി അഭിനയിക്കേണ്ടതല്ലേ? 2 ദിവസം കൂടെ അവർ ഹാപ്പി ആയിരുന്നോട്ടെ. പിന്നെ കാറിൽ കയറിയിട്ട് മണ്ടത്തരം എഴുന്നള്ളിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? നീ പോടാ മോനെ. ഓഹ്, എന്തൊരു തെറിയാടാ. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. നിനക്ക് നല്ല മാറ്റമുണ്ട്, താടിയും മുടിയും. അതൊരു മെൻ്റൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല സിദ്ധു, ആ തെളിവ് അതൊക്കെ എവിടെ? സിദ്ധു നടപ്പ് നിർത്തി അവനെ നോക്കിയെന്ന് ചിരിച്ചു. നീ KR ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താടാ? അതിൻ്റെ MD കാശിനാഥ് മഹാദേവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നീ പറ, നിന്റെ ഫ്രണ്ടല്ലേ കാശി? അതെ, അവൻ്റെ തറവാട്ടിലാണ് അച്ചുവും കുഞ്ഞുമുള്ളത്.
അവൻ്റെ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും അകത്തേക്ക് കടക്കാത്ത വിധം സുരക്ഷിതമാണ് എൻ്റെ പെണ്ണുള്ള സ്ഥലം. അതുപോലെ തെളിവും അവൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൻ്റെ പെണ്ണിനെയും നശിപ്പിക്കാൻ നടക്കുന്നവൻ്റെ പതനം ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ വേണ്ടത്? ഇത്രയും നാൾ കണ്ടത് വെറും ട്രെയിലർ. ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ. കണ്ണേട്ടാ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മനുവും കാർത്തവും വന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാം. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് നിങ്ങൾ മാത്രം. കാശി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ആദിയെയും കൂട്ടി ടെറസിൽ വന്ന് നിൽക്കുകയാണ്. കാർത്തു അവളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അവളെ വിളിക്കാൻ പോയതാണ് മനു. നെക്സ്റ്റ് ഡേ ഞാനും മനുവും നേരത്തെ പോകും ഓഫീസിൽ. കാർത്തുവിൻ്റെ കൂടെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. വന്നാൽ മതി. അന്നത്തെ പോലെ വഴിയിൽ ആരെങ്കിലും തടഞ്ഞു നിർത്തി എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതെന്താ? അങ്ങനെ ആരെങ്കിലും തടഞ്ഞു നിർത്തിയാൽ പറയുമോ കാശിനാഥൻ്റെ പെണ്ണാണ് ഈ ആദിരുദ്ര എന്ന്? കാശി പതിയെ ആദിക്കടുത്തേക്ക് വന്നു. പറയുവോന്ന്? പറയാന്നോ? അല്ല, പറയാം. പറയുവോ? അങ്ങനെ പറഞ്ഞാൽ നിന്നെ അവർ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. പിന്നെ ഞാൻ പോയി അവനെ തല്ലണം, കൊല്ലണം. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ ആദിരുദ്ര ആനന്ദ് എന്ന എൻ്റെ ആരൂട്ടി കാശിനാഥൻ്റെ കമ്പനിയിൽ പ്രോജക്റ്റ് ചെയ്യാൻ വന്നൊരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. കേട്ടല്ലോ? പിന്നെ തീരെ നിവൃത്തിയില്ല. കാശിയുടെ പെണ്ണാണ് ഈ ആരൂട്ടി എന്ന് പറഞ്ഞേ പറ്റൂ എന്നാണെങ്കിൽ പറഞ്ഞേക്ക് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഈ ലോകത്തോട് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞേക്കണം. അയ്യടാ, അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ലാട്ടോ. പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നവനെ തള്ളിക്കൊണ്ട് പുറകിലേക്ക് നിന്ന് ചിരിച്ചു അവൾ. എന്താണിവിടെ തള്ളിക്കളിക്കുവാനോ? നല്ലൊരു തള്ളു തള്ളിയാലേ ടെറസിൽ നിന്ന് താഴെ വീഴും. പിന്നെ വാരിക്കൂട്ടാൻ എന്നെ വിളിച്ചേക്കരുത്, കേട്ടല്ലോ? കാർത്തൂനെയും കൊണ്ട് അങ്ങോട്ടേക്ക് മനു കയറി വന്നു. മനു നോക്കി പേടിപ്പിച്ച് ഒളിക്കണ്ണിട്ട് ആദിയെ നോക്കി അവൻ. എന്തിനാ കണ്ണേട്ട വരാൻ പറഞ്ഞേ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. കാർത്തു ചോദിച്ചുകൊണ്ട് കാശിക്കടുത്തേക്ക് വന്നു. വാ, പറയാം. അവരെ മൂവരെയും കൂട്ടി ടെറസിലിട്ടിരിക്കുന്ന കസേരയിലിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വേണം ഇനി അങ്ങോട്ടും നിങ്ങൾ. ഞങ്ങൾ KRൻ്റെ ഹെഡും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ വന്ന സ്റ്റുഡൻറ്റും. അത്ര തന്നെയുള്ളൂ ബന്ധം. നമ്മുടെ പേരൻസിൻ്റെയും റിലേഷൻ ആരും അറിയരുത്. മനു, നിന്നോടും കൂടിയാണ്. ഓഫീസിൽ വെച്ചോ പുറത്ത് വെച്ചോ നീയും ഇവരോട് ഇൻറ്റിമസി കാണിക്കരുത്. നിങ്ങളൊക്കെ കരുതുന്നതിൽ വലിയൊരു ശക്തിയാണ് എതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ അലേർട്ടായിരിക്കുക. കണ്ണേട്ട, ആരാ അവരൊക്കെ? അവരെന്തിനാ നമ്മുടെ പുറകെ വരുന്നത്? എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ആരൂട്ടിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ടേട്ടൻ. ഇപ്പോഴല്ല, അതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ കൂടെ ഉണ്ടാവും. അതുവരെ അവർ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. തന്നെ സംശയത്തോടെ നോക്കുന്ന മനുവിനെ നോക്കിയൊന്ന് ചിരിച്ചു കാശി. നിന്നോട് പറയാത്തതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ മാത്രം കാര്യമാണെങ്കിൽ നിന്നോട് ഷെയർ ചെയ്യാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഇത് മറ്റു 2 പേരുടെ ലൈഫ് കൂടി ഉൾപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ്. എക്സ്പ്ലനേഷൻ എന്തിനാടാ? എനിക്കറിയില്ലേ നിന്നെ? നിറഞ്ഞ ചിരിയോടെ പറയുന്നവനെ നോക്കി കാശിയും നിന്നു. അപ്പം പറഞ്ഞതൊന്നും മറക്കേണ്ട, ഞങ്ങൾ ശ്രദ്ധിച്ചോളാടാ. വീടിന് മുൻപിൽ വണ്ടി നിർത്തുമ്പോൾ ജിത്തുവിന് ഒത്തിരി സന്തോഷം തോന്നുകയായിരുന്നു. ആ സന്തോഷം പുഞ്ചിരിയായി മുഖത്ത് തെളിയുകയും ചെയ്തു. ഇനി ഒരിക്കലും വരില്ലെന്ന് കരുതിയ തൻ്റെ അനുജത്തിയും ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ പൊന്നോമനയും സുരക്ഷിതമായിരിക്കുന്നു എന്നതല്ലാതെ മറ്റെന്തു സന്തോഷമാണ് തനിക്കിന് കിട്ടേണ്ടത്? ഡാ, സിദ്ധുവിൻ്റെ വിളിയാണ് ജിത്തുവിനെ ആലോചനയിൽ നിന്നുണർത്തിയത്. സിദ്ധുവിനെ നോക്കിയൊരു വളിച്ച ചിരിയും ചിരിച്ചവൻ വണ്ടിയിൽ നിന്നിറങ്ങി. സിദ്ധുവിൻ്റെ കയ്യും പിടിച്ചകത്തേക്ക് കയറിയപ്പോഴേ കണ്ടു നടന്നു വരുന്ന പിള്ളച്ചേട്ടനെ. അയാളെ കണ്ടതും പെരുവിരലിൽ നിന്നും ദേഷ്യം ഇരച്ചു വന്നെങ്കിലും പാടുപെട്ടടക്കി അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. ജിത്തുമോനെ, ഓഫീസിൽ പോയിട്ട് സിദ്ധു കുഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ആ, കുറച്ച് പ്രശ്നമായിരുന്നു. പിള്ളച്ചേട്ടൻ പോയി 2 ജ്യൂസ് എടുത്തുകൊണ്ട് സിദ്ധുവിൻ്റെ റൂമിലേക്ക് വാ. എനിക്ക് പിള്ളച്ചേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി മോനെ. ഇയാൾ ഫ്രോഡാണെന്ന് തോന്നുന്നേയില്ല. ഇനി ഇയാൾ അവരുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിലോ? അയാൾ പോയതും ജിത്ത് സിദ്ധുവിനോട് ചോദിച്ചു. നീ എന്തായാലും അയാളോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുക. അവരുടെ ആളാണെങ്കിൽ അയാൾ ഇവിടുന്ന് പോവാൻ കൂട്ടാക്കില്ല. അതും പറഞ്ഞ് സിദ്ധു മുറിയിലേക്ക് പോയി. നീ ഇതെന്ത് ചെയ്യുകയായിരുന്നു? എത്ര നേരമായി വിളിക്കുന്നു നിന്നെ? വാതിൽ തുറക്കാൻ എന്താ നിനക്ക് ഇത്ര താമസം?
ജയറാം അനുജൻ ജയന്റെ വാതിൽ കൊട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായിരുന്നു. എന്താടാ, നിനക്ക് എന്തു പറ്റി? ജയനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട ജയറാം അകത്തേക്ക് കയറി. അകത്ത് മുഴുവൻ പുക കണ്ട അയാൾ നെറ്റി ചുളിച്ചു. കട്ടിലിലും നിലത്തും ചിതറിക്കിടക്കുന്ന ബീഡിക്കുറ്റികൾ ശ്രദ്ധയിൽപ്പെട്ടതും അതിലൊന്നെടുത്ത് മണത്തു നോക്കി. ഞൊടിയിടയിൽ ജയറാമിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ജയൻ അയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ ശ്രമിക്കുക കൂടി ചെയ്തപ്പോഴേക്കും ജയറാമിൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു. പക്ഷേ പെട്ടെന്നെന്തോ ഓർത്ത് അയാൾ മുഖം ശാന്തമായി വെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കയ്യിലുള്ള ബീഡി ജയൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് ജയറാം വാതിലടിച്ച് കുറ്റിയിട്ട് കട്ടിലേക്ക് ഇരുന്നു. ജയ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഇതൊന്നും ചെയ്യരുതെന്ന്. എൻ്റെ ഭാര്യയും മകളുള്ള വീടാണിത്. നീ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നല്ലോ. ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞതാണോ നീ നിന്റെ ലൈഫ് ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ ജയ? ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന ജയന്റെ മുഖം നിർബന്ധപൂർവം പിടിച്ചുയർത്തി ജയറാം. നിറഞ്ഞു തൂവി നിൽക്കുന്ന കണ്ണുകൾ കണ്ട് അയാളുടെ കണ്ണും നിറഞ്ഞു. നീ എന്താടാ കൊച്ചുകുട്ടികളെ പോലെ? നീ ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പറയ്. അതും പറയില്ല, എന്നിട്ടിരുന്ന് കരയുന്നു. നീ കരയുന്നത് ഗീതുമോള് കണ്ട അവൾക്കത് വിഷമാവും. അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്ന് ആക്റ്റീവാക്. അവൾ നിന്നെ അന്വേഷിച്ചിരുന്നു, എന്താ അങ്ങനെ മൂടിയായിരിക്കുന്നതെന്ന്. ഒരു കേസ് പഠിക്കുകയാണെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയതാണ് ഞാൻ. ഗീതുവിൻ്റെ പേര് കേട്ടതും കണ്ണുകൾ അയാൾ അമർത്തി തുടച്ചു. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ഒരു നെടുവീർപ്പോടെ ജയറാം അത് നോക്കി നിന്നു. ഗീതുട്ടി, മോൾ അങ്കിളിനെ തിരക്കിയെന്ന് പറഞ്ഞു. എന്തായിരുന്നു കാര്യം? ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന ഗീതിക്കടുത്തേക്ക് ജയൻ ചെന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീട്ടിലുണ്ടോ? അല്ല, എപ്പോഴും റൂമിനുള്ളിലല്ലേ, പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ലല്ലോ. എന്താ അകത്ത് ജോലി? അതുമോളെ, അങ്കിളിന് കുറച്ച് ഫയൽ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, എന്നോട് എന്തും ഷെയർ ചെയ്യാമായിരുന്ന അങ്കിളിന് ഇപ്പം എന്തു പറ്റി? ചെറിയച്ഛനായിട്ട് മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ് അങ്കിളിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാഥനോടുള്ള ഇഷ്ടം പോലും അങ്കിളിനോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നിട്ടിപ്പോൾ? നിറഞ്ഞു വന്നു കണ്ണുകൾ ഗീതിക തുടച്ചു. അയ്യോ, മോള് കരയുകയാണോ? ഇപ്പം കരയാൻ മാത്രം എന്ത് സംഭവിച്ചു? ഇനി എന്താ സംഭവിക്കേണ്ടത് അങ്കിൾ? ഞാൻ ഇന്ന് വരെ എല്ലാവർക്കും മുൻപിലും വിജയിച്ചിട്ടേ ഉള്ളൂ, എല്ലാം നേടിയിട്ടേ ഉള്ളൂ. പക്ഷേ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അങ്കിൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം നാഥന് മുൻപിൽ ഞാൻ തോറ്റു പോവുകയാണ്. ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങുന്നു. എല്ലായിടത്തും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന അങ്കിളിൻ്റെ പ്രസൻസ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തിരിഞ്ഞു നിന്ന് കണ്ണുനീർ തുടച്ചവൾ. ഗീതു മോളെ, എന്തുണ്ടായി അതിന്? എന്തിനിപ്പോൾ കരയുന്നത്? വേണ്ടെങ്കിൽ ഒന്നും പറയണ്ട. ഞാൻ കരുതിയിരുന്നത് അങ്കിളിന് ഏറ്റവും വലുത് ഞാനാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അതൊക്കെ മോളുടെ വെറും തോന്നൽ മാത്രമാ. ദേ, ഞാനുണ്ട്, മോളുടെ ഡാഡുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും കൂടെ തന്നെയുണ്ട്. എനിക്കറിയാം ആരുമില്ല. വെറുതെ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിങ്ങൾക്കാർക്കും പറ്റില്ല. ഒരു കാര്യം ഓർത്തോളൂ, നാഥനെ നേടാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഗീതിക ജീവനോടെ ഉണ്ടാവില്ല. ഏയ്, അങ്കിൾ പറഞ്ഞല്ലോ മോളെ, കുറച്ച് തിരക്കായി പോയി. അങ്കിളിൻ്റെ തെറ്റാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മോളിന് ചിന്തിക്കേണ്ട. നാഥനെ മോൾക്ക് തന്നെ കിട്ടും. അവനെ ഈ അങ്കിൾ കൊണ്ടുതരും മോൾക്ക്. ഉറപ്പാണോ? അതെ, ഉറപ്പ്. ഇല്ലെങ്കിൽ പിന്നെ മോളുടെ ഈ അങ്കിൾ നിന്റെ മുൻപിൽ പോലും വരില്ല. നാഥ് ഇനി അങ്ങോട്ട് നിന്റെ മാത്രമായിരിക്കും. അതിനാരെ കൊല്ലേണ്ടി വന്നാലും ശരി, അത് ഞാൻ ചെയ്തിരിക്കും. യാ, ഇതാണ് എൻ്റെ അങ്കിൾ. ഇതാണ് ഞാൻ ആഗ്രഹിച്ച, എനിക്ക് മിസ് ചെയ്ത എൻ്റെ അങ്കിൾ. അങ്കിൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് നാഥ് എൻ്റേത് മാത്രമാവുമെന്ന്. ഒന്ന് മൂളിക്കൊണ്ട് അയാൾ തിരികെ നടന്നു. അയാൾ പോകുന്നത് നോക്കി അവൾ അവിടെ നിന്നു. നാഥ്, ഐ ലവ് യു. കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ വിരലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. രാത്രിയിൽ ബാൽക്കണിയിൽ നിൽക്കുകയാണ് സിദ്ധു. കയ്യിലിരിക്കുന്ന ഫോണിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ടവൻ. പുറകിൽ ആളനക്കം കേട്ടവൻ ഫോൺ പോക്കറ്റിലേക്കിട്ട് തിരിഞ്ഞു നോക്കി. ജിത്തുവിനെ കണ്ടവനൊന്ന് ചിരിച്ചു. എന്താടാ നിന്റെ മുഖത്തൊരു ചിരി? ഒന്നും പറയാതെ തന്നെ നോക്കിക്കൊണ്ട് വീണ്ടും ചിരിക്കുന്നവനെ കണ്ട് അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. നിനക്കെന്താടാ വെറുതെ ചിരിക്കാൻ വട്ടുണ്ടോ? വട്ട് നിനക്കല്ലേ, പിള്ളച്ചേട്ടൻ ഇപ്പോൾ വരും, അപ്പോൾ വേഗം നിന്റെ വട്ട് തുടങ്ങിക്കോ. അത് പറഞ്ഞ് ജിത്തു തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നടന്നു വരുന്ന പിള്ളച്ചേട്ടനെ കണ്ടു. അതേ സ്പീഡിൽ സിദ്ധുവിന് നേർക്ക് തിരിഞ്ഞവൻ കണ്ണു കാണിച്ചു. അടുത്ത സെക്കൻഡ് സിദ്ധു നിലത്തിരുന്ന് തലയ്ക്ക് കൈ കൊടുത്തു. എന്നിട്ട് പതിയെ മുഖമുയർത്തി നോക്കി.
തന്നെ നോക്കി ചിരിയടക്കാൻ പാടുപെടുന്ന ജിത്തുവിനെ കണ്ടവൻ പല്ല് കടിച്ചു. എന്താ കുഞ്ഞെ വിളിച്ചത്? പിള്ളച്ചേട്ടൻ തിരക്കിലായിരുന്നോ? ഏയ് അല്ല കുഞ്ഞെ, എന്തെങ്കിലും വേണോ? സിദ്ധുമോനെന്താ താഴെ ഇരിക്കുന്നത്? കട്ടിലേക്ക് ഇരുത്തണോ? പറയുന്നതിനൊപ്പം സിദ്ധുവിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു അയാൾ. ഏയ് വേണ്ട, അവനവിടെ ഇരുന്നോട്ടെ. പിള്ളച്ചേട്ടൻ ഇരിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംശയത്തോടെ തന്നെ നോക്കുന്ന പിള്ളച്ചേട്ടനെ ഒന്ന് നോക്കി സിദ്ധുവിനടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു ജിത്തു. ആഹാ, ആദ്യമോള് കാലത്ത് എഴുന്നേൽക്കുമോ? ലക്ഷ്മി ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. അമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് കാലത്ത് തന്നെ പണിയൊക്കെ കഴിഞ്ഞ് അച്ഛന്മാരോടൊപ്പം സിറ്റ് ഔട്ടിൽ സംസാരിച്ചിരിപ്പാണ് എല്ലാവരും. അവിടേക്കാണ് ആദ്യ റെഡിയായി വരുന്നത്. ആ ലക്ഷ്മിയമ്മേ, ഞാൻ ഈ യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കാലത്തെ ഉണരും. കാത്തുമോളോ എഴുന്നേറ്റില്ലേ? അവൾ ഉണർന്ന് ഫ്രഷ് ആവുന്നു, ഇപ്പോൾ വരും. ഞങ്ങൾക്കിന്ന് ഓഫീസിൽ പോകണം. ഈ ഒരു മന്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ആ, നിങ്ങൾക്ക് റെഡിയായി വരേണ്ട താമസമേ ഉള്ളൂ. നിങ്ങൾ 4 ആളെയും ഓഫീസിലേക്കും കുട്ടികളെ 2 ആളെയും സ്കൂളിലും പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പണിക്കരെ കാണാൻ പോകാൻ. ലക്ഷ്മി പറഞ്ഞപ്പോഴേക്കും അമ്മമാരെല്ലാവരും അത് ശരിവെച്ചു. ആദ്യം ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. മോളെടുത്ത് കുടിച്ചിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൂടി എടുത്ത് വെക്ക് ചെല്ലേ. വേണ്ട ജോ, ഞാൻ എടുത്തു കൊടുക്കാം. ആദ്യം മോള് റെഡിയായി വന്നിരിക്കുകയല്ലേ? ലക്ഷ്മി അത് പറഞ്ഞ് ആദിക്കടുത്തേക്ക് വന്നു. അമ്മയും മോള് നന്നായിട്ട് സ്നേഹിച്ചോളൂ കേട്ടോ. അവരെല്ലാവരും കളിയാക്കുന്നത് കണ്ട് നിറഞ്ഞ ചിരിയോടെ ലക്ഷ്മി ആദിയുടെ തലയിൽ തലോടി. ആദി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാശി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ആദിയുടെ തലക്കിട്ടൊന്ന് കൊട്ടി അവൾക്കടുത്ത് തന്നെ വന്നിരുന്നു അവൻ. എനിക്ക് നൊന്തു. എന്താ? ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് കണ്ട് ആദി നെറ്റി ചുളിച്ചു. ഒന്നുമില്ല. ഓക്കെ. തൻ്റെ കപ്പെടുത്ത് ചുണ്ടോട് ചേർക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ ഒരു വിഫല ശ്രമം നടത്തിയവൾ. കപ്പിലുള്ള ചായ മുഴുവൻ കുടിച്ച് നാക്കുകൊണ്ട് ചുണ്ടൊന്നൊഴിഞ്ഞവൻ. വാവ്, നല്ല സൂപ്പർ ചായ. ആദിക്ക് ചിരി വന്നെങ്കിലും ഗൗരവം ഭാവിച്ച് മുഖം വെട്ടിച്ചവൾ. കാശി പതിയെ അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിലാക്കി. ആരുട്ടി? പറഞ്ഞു തന്നൊന്നും മറക്കരുത്. കാർത്തൂനോടും പറയണം. എങ്കിൽ ചെല്ല്, പോയി റെഡിയായി ഇറങ്ങാൻ നോക്ക്. കാർത്തൂനെ കൂട്ടിക്കോ. അതിനവളൊന്ന് മൂളി. മുകളിലേക്ക് കയറുമ്പോഴും ഇടക്കവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു അവൾ. അവനും ചിരിയോടെ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു.